ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് മിസ്റ്റർ ലൈഫ് വ്ലോഗർ. അപ്പോൾ നമ്മളെ പുതിയൊരു ട്രിപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിരിക്കലടി നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ്. ഞങ്ങൾ രാമേശ്വരം കൊടൈക്കനാലാണ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങളല്ല, എൻ്റെ കസിൻസ് കുറേ പേരുണ്ട്, 10 പേരുണ്ട്, 5 ബൈക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ ഫൺ ഉണ്ടായിരിക്കും, കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ വണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയിലിപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ റൈഡിങ് ജാക്കറ്റ് ഇട്ടില്ല, കാരണം ആരും റൈഡിങ് ജാക്കറ്റ് ഇടുന്നില്ല, നമ്മൾ മാത്രമായിട്ട് ഇടുമ്പോൾ നമുക്കൊരു ഇടങ്ങറ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റൈഡിങ് ജാക്കറ്റ് ഒഴിവാക്കി. സേഫ്റ്റി കുറവാണ്, എന്നാലും നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ ദാ വണ്ടിയിൽ എയർ സീറ്റ്, പിന്നെ ബാഗ്, ലഗേജ്, മാപ്പ് എല്ലാം സെറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അമ്മ ദേവി പോയി എന്നൊരു കുഴപ്പമുണ്ടാവരുതേ, ഒക്കെ ശരിയാവണേ. ഈ നാട്ടിൽ എന്താണെന്ന് അറിയില്ല, ഒന്നും ബ്ലോക്കാണ്. അങ്ങാടിപ്പുറം ബ്ലോക്കിൽ കയറി കേട്ട സ്ഥലം. അല്ലാതെ പറയാൻ വായും പൊളിച്ചിരിക്കുക പറഞ്ഞുതരാണ്ട്. ഓടി. ഞങ്ങളിപ്പോൾ ഉള്ളതേ ഷൊർണൂരാണ്. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ രാവിലെ എല്ലാവരും ഇവിടുന്നാണ് യാത്ര തിരിക്കണത്. ഇവിടുന്ന് 5 ബൈക്കുണ്ട്, 10 ആളുണ്ട്. ഇവിടുന്ന് നേരെ രാമേശ്വരം. ഇപ്പോൾ ബൈക്കുകൾ കണ്ടില്ലേ, ഫുള്ള് ക്ലീനാക്കി ലോബൊക്കെ ചെയ്തിട്ട് അവിടെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യണം. ഇവിടെ ട്രിപ്പ് പോണതിൻ്റെ തലേദിവസം രാത്രി 11:34. 11:34 3 മണിക്ക് പോകണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇറങ്ങാൻ നിൽക്കണം. വണ്ടികളൊക്കെ കണ്ടില്ലേ, ഫുൾ പ്രിപ്പയർഡായി പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. ലഗേജ് കെട്ടുക, ലഗേജ് കെട്ടുക, സെറ്റ് ചെയ്യുക, ഇറങ്ങുക. അപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് ലഗേജൊക്കെ നിറച്ച് എല്ലാവരും സെറ്റപ്പാണ്. എല്ലാവരും ഫുൾ വൈബിലാണ്. അല്ലടാ, ഫുൾ ചാർജ് ആവണല്ലേ, പവറിലല്ലേ, സെറ്റല്ലേ, മൂടല്ലേ, ഒരേ പൊളി. അങ്ങനെ കൊല്ലംകോട് എത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ടീ ബ്രേക്ക് എടുത്തു. ആ ദൂരെ കാണുന്ന മലകൾ കണ്ടോ, അതോട്ടെ നമ്മുടെ റീലിലൊക്കെ വരാറില്ലേ കൊല്ലംകോടിൻ്റെ ആ മലകളാണത്. ഈ ആലത്തൂർ പൊള്ളാച്ചി റൂട്ടിൽ ഏർലി മോർണിംഗിൽ റൈഡ് അടിപൊളിയാട്ടോ. പ്രത്യേകിച്ച് ആ റോഡുകളും ആ മരങ്ങളും ഭയങ്കര ഭംഗിയാണ്. ഒരുമാതിരി സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവും കാണാൻ. നമ്മൾ ഈ നാട്ടും പ്രദേശങ്ങളിൽ കൂടി അങ്ങനെ യാത്ര ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു NH എത്തുമ്പോഴേ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ആ കാറ്റാടികളും പിന്നെ രാവിലെ നേരത്തെ ആവുകൊണ്ട് ചെറിയൊരു തണുപ്പും ആ ഒരു ഷെയ്ഡും ഒരു രക്ഷയില്ല.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഉടുമൽപേട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പമ്പിൽ നിർത്തിയിട്ടാണ്. കുറേ പേര് അവിടെ ഇരിക്കുന്നത്, കുറേ പേര് ഇതാ ഒരു സുസുക്കി ഇതാ അവിടെ നടക്കുന്നത്, വണ്ടികൾ ഇതാ അവിടെ റെസ്റ്റ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ ക്ലിയർ ചെയ്യാൻ ഇപ്രാവശ്യം ശ്രമിക്കാം, വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാനും ശ്രമിക്കാം. എന്തായാലും ഇനിയും നിങ്ങളുടെ സജഷൻസ് എല്ലാവരും പറയണം. പിന്നെ ലെങ്ത്ത് കുറയ്ക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം, പക്ഷെ എത്രണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴേ അവർ റോഡൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നടുക്കിലെ പൂക്കളാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആവും, അടിപൊളിയാവും കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം ബൈക്ക് ഓടിച്ച് മടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ആദ്യം വണ്ടിയിലേക്ക് കയറുകയാണ്. എല്ലാവരും കൂടി വരുമ്പോഴുള്ള യാത്രേൻ്റെ രസം എന്ന് പറയാം. സോളോ ആയിട്ട് വരുമ്പോഴുള്ള രസം വേറെ, ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് വരുമ്പോഴുള്ള രസം വേറെ. അപ്പോൾ അതാ കണ്ടോ, മലബാർ ബൈക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇന്നിപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 265 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരം. അപ്പോൾ എന്തായാലും കാണാം, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഉറക്കം വരാൻ ചാൻസ് കൂടുതലാണ്, വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം നല്ല ഭക്ഷണം കേട്ടോ, കോഫിയൊക്കെ അടിപൊളിയാണ്, ഭക്ഷണം നല്ലതായിരുന്നു, വിശ്വസിച്ച് കയറി കഴിക്കാം, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അതന്നെ പറയുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളെ നമ്മുടെ കയ്യിൽ ഗോപ്രോ കണ്ടപ്പോൾ നമ്മൾ വലിയ യൂട്യൂബറായി വിചാരിച്ചാണ്. എന്നിട്ട് അവർ ഐഡിയ ഒക്കെ ചോദിച്ചു. ഇപ്പോൾ അതാ കോംപ്ലിമെൻ്ററി ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നുണ്ട്. ദൈവമേ, ഇഞ്ചി പഠിക്കുന്നത് ശരിയാവില്ല, ഇവിടുന്ന് വേഗം പോകണം. അവർ യൂട്യൂബ് ചാനൽ നോക്കുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ഓടേണ്ടി വരും. ഓക്കെ ബൈ, പോവല്ലേ. അപ്പം നമ്മളങ്ങനെ ഫുഡ് കഴിച്ച്, അപ്പം ഞാൻ പോവല്ലേ ഓക്കെ, എല്ലാവരും റെഡിയാണ്. അപ്പം ഇനി വീണ്ടും നമുക്കൊരു 265 കിലോമീറ്ററും കൂടി കവർ ചെയ്യാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. പണി കിട്ടി ഗൈസ്, നല്ലൊരു പണി. ഇതൊക്കെ യാത്രേൻ്റെ ഭാഗമാണ്. കൂട്ടത്തിലെ ഹിമാലയം പഞ്ചറായി. അപ്പോൾ അവരിപ്പോൾ തള്ളി നടന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ഒരു 100 മീറ്റർ ഇപ്പുറം ഞങ്ങൾ പഞ്ചർ വർക്ക്ഷോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. അവരിപ്പോൾ പാവങ്ങൾ നല്ല വെയിലാണ്, ഉണ്ടല്ലേ, മൊത്തം വെയിലാണ്. ഒരു തള്ളി നടന്ന് വരുന്നുണ്ട്. ഒക്കെ യാത്രേൻ്റെ ഒരു ഭാഗമാണല്ലോ, ആദ്യമായിട്ടൊന്നല്ല കിട്ടണം. എന്നാലും ഞങ്ങൾ അത്രയും സമയം പിടിച്ച് കറക്റ്റ് ടൈമിന് പോവുക, കറക്റ്റ് ടൈമിന് എത്തുക, കറക്റ്റ് ടൈമിന് കാണുക, അത് കഴിഞ്ഞ് കറക്റ്റ് ടൈമിന് അവിടെ നിന്ന് തിരിക്കുക എന്നുള്ള പ്ലാനൊക്കെ വെച്ചിട്ട് വന്നത്. ഇതാണ് പറഞ്ഞത്, നമ്മളൊന്നും അധികം പ്ലാൻ ചെയ്യരുത്. അപ്പോൾ അതാണ് ഇപ്പോൾ അവസ്ഥ. ഇതാ പാവങ്ങൾ വെയിലത്ത് തള്ളി വരുന്നുണ്ട്. കൊഴിഞ്ഞിപ്പാട്ടിൽ ടോൾ പ്ലാസ, അവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ ഏകദേശം 100-200 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി പണി കിട്ടി. അയ്യോ ഗായ്സ്, പഞ്ചറായി ഗായ്സ്. ഭാഗ്യണ്ടാ, ഇവിടെ വെച്ചിട്ടല്ലേ പഞ്ചറായത്. ആ കൂൾക്കാട്ടെന്നൊക്കെ വെച്ചാൽ അവിടെ കടയില്ല, ഒന്നുമില്ല. ആ തെണ്ടിയിരുന്നു, ദൈവമുണ്ട്. സൈക്കിൾ അഗർബത്തി കണ്ട, ഫ്ലാറ്റാണ്. പണി വരണ ഓരോ വഴി വിഷയമല്ല, നമ്മൾ ചില്ലാണ്. ഇതൊക്കെ നമ്മളൊരു മെമ്മറി ആയിട്ട് ഏറ്റെടുക്കും, അത്രേ ഉള്ളൂ. പണിയാക്കിയതേ റിമ്മ് പണിയാക്കിയതാ. ഈ സാധനം, ഈ സ്പോക്കിൻ്റെ ഈ സംഭവം തട്ടിയിട്ടാണ് ട്യൂബിൻ്റെ ഉൾഭാഗത്താണ് പഞ്ചർ വന്നത്. ഇവിടുത്തെ ഈ ഒരു റബ്ബറിൻ്റെ സാധനം വേറെ വാങ്ങിയിടാൻ പോയിട്ടുണ്ട്. അതാണ് പണി തന്നത്. എന്തായാലും വല്ലാത്ത പണി. ഇവിടെയാണ് ചില വെയിൽ, ചില്ലറ വെയിലല്ല, ഒടുക്കത്തെ വെയിലാണ്, ഫ്രിഡ്ജൊക്കെ കിട്ടാത്ത വെയിലാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിക്കുകയാണ്. കൊള്ളക്കാരാണ് എല്ലാവരും, ഇവിടുന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെ നിർത്തുന്നില്ല, വീഡിയോ എടുക്കാനുള്ള സമയമില്ല, ഞങ്ങളുടെ ടൈമിംഗ് ഒക്കെ ആകെ പാളിയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, ബൈ.
അങ്ങനെ നമ്മൾ മധുര എത്തി കേട്ടോ. അപ്പോൾ മധുര എത്തിയപ്പോൾ നമുക്കൊരു പണി കിട്ടി. നമ്മളൊന്ന് ഗൂഗിൾ മാപ്പ് തിരിച്ചു, എത്തിപ്പെട്ടത് കട്ട ബ്ലോക്കിലേക്കും. ബ്ലോക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒടുക്കത്തെ ബ്ലോക്ക്, നല്ല വെയിൽ. അയ്യോ, ഞങ്ങൾ മധുരമൊക്കെ കഴിഞ്ഞ് പോകുന്നു. ഇവിടേക്ക് വരുന്ന ഒരു ഭക്ഷണം കഴിക്കുന്നെങ്കിൽ മധുര തന്നെ കഴിക്കണം. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലില്ല, ഒരു വഴിയില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു രക്ഷയില്ല. നിങ്ങളിപ്പോൾ ഇതാ നിർത്തി ഓരോ കരിക്കൊക്കെ കുടിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഒരു ഹോട്ടലും ഒരു തേങ്ങയില്ല ഇവിടെ. എൻ്റെ അമ്മ വല്ലാത്തൊരു കഷ്ടം തന്നെ. ഞങ്ങൾ അവിടെ എവിടെയും ഭക്ഷണം കിട്ടാനിട്ട് അബദ്ധവശാൽ ഈ ഹോട്ടലിൽ കയറി. അങ്ങനെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നേരെ ഈ ഹോട്ടലിൽ. ആരും കയറരുത്. ചോറിന് 100 രൂപയാണ്. അതിന് തരുന്നത് പപ്പടമില്ല, ചോറ്, കൂട്ടാൻ, ഒരു പെരി, ഒരു അച്ചാർ. അതിന് 100 രൂപ. ഈ മലയാളീസ് ആയതുകൊണ്ട് പറ്റിച്ചാണോ അറിയില്ല, അതൊരു നല്ല അറക്കല. ആ മധുരയിൽ കുടുങ്ങിയ കുടുങ്ങൽ കാരണം എല്ലാവരും പറ്റ ക്ഷീണിച്ചു കേട്ടോ. വെയിലും ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവലും എല്ലാം കൂടി ക്ഷീണിച്ച്. നമ്മളിപ്പോൾ ഈ പോകുന്നതേ പാമ്പൻ പാലത്തിന് മേലെ കൂടെ കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവാത്തതാണ്. നൈറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ മിസ്സായി പകലുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ. അത് നമുക്ക് ഭയങ്കര സങ്കടമായി. മാക്സിമം എല്ലാവരും പകൽ തന്നെ ക്രോസ് ചെയ്യാൻ നോക്കുക. കാരണം അത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് അത് കാണുമ്പോഴൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. ഇതാണ് കേട്ടോ ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോഴുള്ള പ്രശ്നം. നമ്മൾ ഏതൊക്കെയോ ചെറിയ ഇടവഴി കൂടെയൊക്കെയാണ് പോയിരുന്നത്. സംഭവം ലാസ്റ്റ് അങ്ങോട്ട് എത്തി. എന്നാലും നമ്മൾ ചില നേരത്തെ നമുക്ക് ഡൗട്ട് അടിക്കും, ദൈവമേ ഇതന്നെയാണോ വഴിയെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തിയിട്ടോ. വീട്ടിൽ നമ്മൾ കയറി ചെക്ക് ഇൻ ചെയ്തു. വീട് നല്ല വൃത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പക്ഷേ ആദ്യമേ തന്നെ പറയണം, ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടുന്ന് രാമേശ്വരം ടെമ്പിളിലേക്കും അതുപോലെ തന്നെ ബീച്ചിലേക്കൊക്കെ നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ വണ്ടിയൊക്കെ ഇവിടെ സേഫാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്.